മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ പ്രേക്ഷകരെ എല്ലാവരെയും മുൻമുലയിൽ നിർത്തിക്കൊടുത്തിന് ആ ഒരു വലിയ സംഭവം സംഭവിക്കാണ്. വൈജയന്തിക്ക് ആ ഒരു വലിയ ആക്സിഡന്റ് പറ്റുന്നുണ്ട്. ഇതറിഞ്ഞ അലീനക്ക് വളരെയധികം സങ്കടമാവും. വൈജയന്തിയുടെ കാര്യത്തിൽ എത്രയൊക്കെ ദ്രോഹം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും തന്റെ പെറ്റമ്മയല്ലേ, അലീനക്ക് അങ്ങനെ കൈവിടാനൊന്നും കഴിയില്ലല്ലോ. ബാലചന്ദ്രനോട് അലീന പറയുന്നുണ്ട്, അതെ അച്ഛാ, എനിക്ക് നല്ല സങ്കടമുണ്ട് അമ്മയുടെ കാര്യം ഓർത്തിട്ട്. എല്ലാവരും കൂടി ആ പാവത്തിനായിട്ട് വട്ടം കറക്കുകയാണല്ലോ എന്ന് പറയും. പക്ഷേ ബാലചന്ദ്രന് അതൊന്നും തന്നെ സഹിക്കാൻ പറ്റിയില്ല. ഇത്രയും കാലം തന്നെയായിട്ട് ശരിക്കും വട്ട് കളിപ്പിച്ച ആളല്ലേ വൈജയന്തി എന്ന് അദ്ദേഹം ചോദിച്ചു. അവൾക്ക് ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ, തന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ അവൾക്ക് സത്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറഞ്ഞേനെ. കൂടെ ജീവിച്ച ആ സമയത്ത് പോലും ഒരിക്കൽ പോലും അവൾ അതെന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് അദ്ദേഹം ഓർത്തപ്പോൾ അദ്ദേഹത്തിന് നല്ല ദേഷ്യം വന്നു. പക്ഷേ അലീനയുടെ വിഷമം അതൊന്നുമായിരുന്നില്ല. ബാലചന്ദ്രൻ പറഞ്ഞ ആ ഒരു നുണക്കഥ കൊല്ലപ്പള്ളി വീട്ടുകാരൊക്കെ അപ്പാടെ അങ്ങ് വിശ്വസിച്ചു. ആ കഥയാണ് അലീനയുടെ അമ്മയും വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോ അച്ഛനാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെട്ടിരിക്കുന്നത്. അലീന ചോദിക്കുന്നുണ്ട്, അച്ഛാ, എന്തിനാണ് അച്ഛൻ അങ്ങനെ ഒരു നുണക്കഥ പറയാൻ പോയത്? അച്ഛനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശരിക്കും അങ്ങ് നാണം കെടുത്തില്ലേ ചെയ്തത്? വെറുതെ അച്ഛന്റെ വില കളഞ്ഞല്ലോ അച്ഛാ എന്നൊക്കെ പറയും. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ, എനിക്ക് നിന്നെ രക്ഷിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു കഥ പറഞ്ഞേ പറ്റൂ. വൈജയന്തിയുടെ ചില കാര്യങ്ങൾ നമുക്ക് മറച്ചു വെച്ചല്ലേ മതിയാവൂ. അത് നിന്നോട് പറഞ്ഞാൽ നിനക്ക് എത്രമാത്രം മനസ്സിലാവുമെന്നൊന്നും എനിക്കറിയില്ല. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് അലീനയ്ക്ക് എങ്ങനെ ബാലചന്ദ്രനെ ആശ്വസിപ്പിക്കണമെന്നും അറിയില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് പോലും അദ്ദേഹം ജീവനോടെ ഇരിക്കുന്നത് താൻ കാരണം മാത്രമാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുമുണ്ട്. ഒരു പക്ഷേ ജീവിക്കാനായിട്ട് അച്ഛനെ പ്രേരിപ്പിക്കുന്നത് അലീനയുടെ അമ്മയോടുള്ള ആ ഒരു വാശിയായിരിക്കാം. പിന്നീട് കൂടുതലൊന്നും സംസാരിക്കാൻ അലീന അവിടെ നിന്നില്ല. അലീന നേരെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഈ സമയത്താണ് മനുശങ്കർ അങ്ങോട്ടേക്ക് വരുന്നത്. കമലമ്മയും ശിവശങ്കരനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കമല ചോദിക്കുന്നുണ്ട്, ആ നീ വന്നല്ലോ, നീ അവിടെ പോയിട്ട് എന്തായി? ബാലചന്ദ്രനോട് സംസാരിച്ചോ? കഥകളൊക്കെ കേട്ടോ? അന്നേരം മനു ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് ദേഷ്യപ്പെടുന്നത്? പിന്നെ ദേഷ്യപ്പെടാതിരിക്കോ? നീ എപ്പോഴും ആ ബാലചന്ദ്രന്റെയും ആ പെണ്ണിന്റെയും സൈഡ് പിടിച്ചിട്ടല്ലേ സംസാരിക്കാറുള്ളത്? കമല ദേഷ്യത്തോട് ചോദിച്ചു. അപ്പൊ തന്നെ മനു പറഞ്ഞു, അതെ അങ്കിൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും കാരണം കാണും. ഉടനെ തന്നെ ശിവശങ്കരൻ ഇടപെട്ടു. ഓ, നിന്റെ അങ്കിൾ എന്ത് ചെയ്താലും അത് പുണ്യപ്രവൃത്തിയാണല്ലോ അല്ലേ? ഒരു പെണ്ണിനെ വഞ്ചിച്ചെന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മനു പുള്ളിയൊന്ന് നോക്കി. എന്നിട്ട് പറയുന്നുണ്ട്, ആരും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ അച്ഛാ. ഈ പറയുന്ന വൈജയന്തി അത്ര പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചപ്പോൾ ശിവശങ്കരൻ ഒന്ന് ഞെട്ടിപ്പോയി. മനുവിന് സത്യമെല്ലാം തന്നെ അറിയാമോ എന്ന് പോലും ശിവശങ്കരൻ സംശയിച്ചു. അപ്പോഴാണ് കമല പറയുന്നത്, നിനക്ക് എന്താണെങ്കിലും ഓരോ ന്യായീകരണമുണ്ടല്ലോടാ. നിനക്ക് നാണമുണ്ടോ അങ്ങോട്ടേക്ക് പോവാൻ? ബാലചന്ദ്രന്റെ മകളാണെന്ന് അറിഞ്ഞപ്പോ നിനക്ക് അങ്ങോട്ടേക്ക് പോവാൻ എന്താ ഇത്ര ഉത്സാഹം കൂടുന്നത് എന്തിനാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അത്തരത്തിലുള്ള ചിന്തകളൊക്കെ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ നീ അതങ്ങേക്ക് മാറ്റി വെച്ചേക്ക്. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് കമലമ്മ കറുപ്പിച്ചു പറഞ്ഞു. മനു പിന്നെ കൂടുതലൊന്നും തർക്കിക്കാൻ പോയില്ല. കാരണം താൻ വായ തുറന്ന സത്യമെല്ലാം തന്നെ പുറത്തു വരും. അതിപ്പോ ആരും അറിയാൻ പാടില്ല. ആന്റി ഇപ്പോൾ വിശ്വസിച്ചിരിക്കുന്ന കഥ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് അവനും കരുതി. കാരണം സത്യമെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആന്റി ആത്മഹത്യ വരെ ചെയ്തേക്കാമെന്ന് മനു ഭയന്നു. അതുകൊണ്ട് അവൻ നേരെ മുറിയിലേക്ക് കയറിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രന്റെ മുറിയിലേക്ക് വൈജയന്തി വരികയാണ്. നല്ല കട്ടക്കലിപ്പിലായിരുന്നു വൈജയന്തി. അവിടെ ചില ചോദ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വൈജയന്തി ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്ര, ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അലീന ശരിക്കും നിങ്ങളുടെ മകളാണോ? അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ശിവേട്ടൻ പറഞ്ഞതൊക്കെ നീ അറിഞ്ഞുവെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? അതെ അലീന, അവൾ എന്റെ മകൾ തന്നെയാണ്, ബാലചന്ദ്രൻ പറഞ്ഞു. അത് കേട്ടതോടുകൂടി തന്നെ വൈജയന്തിക്ക് ദേഷ്യം വന്നു. വൈജയന്തി ദേഷ്യത്തോടെ നേരെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറയുന്നുണ്ട്, അതെ, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു അവൾ ഈ വീട്ടിൽ വന്നിട്ട് ഇത്രമാത്രം അധികാരം കാണിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ടെന്ന്. നിങ്ങൾക്കെങ്ങനെ ഇത്രയും നാണം കെട്ട കാര്യം പറയാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി ദേഷ്യപ്പെടാണ്. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനു നാണിക്കണം? ഞാൻ സത്യമല്ലേ പറഞ്ഞത് എന്ന് ബാലചന്ദ്രനും പറഞ്ഞു. അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഇതാണോ നിങ്ങളുടെ പ്ലാന്? അവളെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വാഴിക്കാനും നിങ്ങളുടെ സ്വത്തൊക്കെ അവളുടെ പേരിലാക്കാനുമാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്റെ മക്കൾക്കെല്ലാം ഇതിൽ ഒരേ അവകാശമുണ്ടെന്ന് ബാലചന്ദ്രൻ പറഞ്ഞു. പക്ഷേ അവളും ഞാനും കൂടി ഈ വീട്ടിൽ ഒന്നിച്ചു നിൽക്കില്ല. ഒന്നുകിൽ അവൾ അല്ലെങ്കിൽ ഞാൻ, വൈജയന്തി തറപ്പിച്ചു പറഞ്ഞു. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടാവണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. നിനക്ക് പോവണമെങ്കിൽ നീ പോയിക്കോ, ബാലചന്ദ്രൻ പറഞ്ഞു. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഓഹോ, അപ്പോ നിങ്ങളുടെ അവിഹിത സന്തതിയോടൊപ്പം തന്നെ ഞാൻ ഇവിടെ കഴിയണമല്ലേ എന്ന്? എനിക്ക് എന്ത് വിലയാ ബാലചന്ദ്ര ഇവിടെയുള്ളത്? 10 പേരറിഞ്ഞ എന്താകുമെന്ന് അവൾ ചോദിച്ചു. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഏതായാലും ഇങ്ങനെ ചിലതൊക്കെ ഉണ്ടായി. നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് കേട്ടപ്പോൾ വൈജയന്തി ഒന്ന് നടുങ്ങിപ്പോയി.
നിങ്ങളെന്താ ഉദ്ദേശിച്ചത്? അവൾ പേടിയോടെ ചോദിച്ചു. സത്യങ്ങൾ മറച്ചുവെക്കാൻ കഴിയുന്നില്ലെന്നും ഒരു നാൾ അതെല്ലാം പുറത്തു വരുമെന്നും ബാലചന്ദ്രൻ ഓർമ്മിപ്പിച്ചു. വൈജയന്തി ദേഷ്യത്തോടെ പേടിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നു. അന്നേരം ബാലചന്ദ്രന് ചിരിയാണ് വന്നത്. അവൾ ഇപ്പോഴും സത്യം പറയാൻ കൂട്ടാക്കുന്നില്ലല്ലോ എന്ന് അദ്ദേഹം ഓർത്തു. വൈജയന്തി മുറിയിൽ പോയിട്ട് കുറെ നേരം അതിനെപ്പറ്റി തന്നെ ആലോചിച്ചിരുന്നു. ആഹാരം കഴിക്കാൻ വിളിച്ചിട്ടും അവൾ വന്നില്ല. വൈജയന്തി കട്ടക്കലിപ്പിൽ തന്നെയായിരുന്നു. ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചു. അലീന രാത്രി ബാലചന്ദ്രനോട് പറഞ്ഞു, അമ്മ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല അച്ഛാ. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവൾക്ക് വിശക്കുമ്പോൾ വേണമെങ്കിൽ വന്ന് കഴിച്ചോളൂ, നീ പേടിക്കൊന്നും വേണ്ട, നീ പോയി കിടന്നുറങ്ങാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ അവളെ സമാധാനിപ്പിച്ചു. അങ്ങനെ രാത്രി എല്ലാവരും ഉറങ്ങിയെങ്കിലും അലീനക്ക് മാത്രം ഉറക്കം വരുന്നില്ലായിരുന്നു. വൈജയന്തി ആവട്ടെ മുറിയിൽ എന്തൊക്കെയോ കടുത്ത തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നു. ഇവിടെ തനിക്ക് സ്ഥാനമില്ലെന്ന് കരുതി അവൾ ആ രാത്രി തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി. അലീന അപ്പോ ഉറങ്ങിയിട്ടില്ലായിരുന്നു. കാറ് പാഞ്ഞു പോകുന്ന ശബ്ദം കേട്ടു നോക്കിയപ്പോൾ വൈജയന്തിയുടെ കാർ അവിടെ കാണാനില്ല. അലീന ഓടിച്ചെന്ന് ഈ വിവരം ബാലചന്ദ്രനോട് പറഞ്ഞു. കൊല്ലപ്പള്ളി വീട്ടിലേക്ക് തന്നെയായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് ബാലചന്ദ്രൻ അവളോട് പറഞ്ഞു. എന്നാലും അലീനക്ക് വല്ലാത്ത ടെൻഷനും പേടിയായിരുന്നു. അവൾ മയങ്ങിക്കിടക്കുമ്പോൾ ഒരു ദുസ്വപ്നം കണ്ടുകൊണ്ട് തന്നെ അവൾ ഞെട്ടിയുണർന്നു. ഇതേ സമയം വൈജയന്തി വണ്ടി ഓടിച്ചു വല്ലാത്തൊരു അവസ്ഥയിൽ പോവുകയായിരുന്നു. ബാലചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. അവർ സ്പീഡ് കൂട്ടുന്നത് പോലും അറിഞ്ഞില്ല. പെട്ടെന്ന് എതിരെ വന്ന വണ്ടിയുടെ വെട്ടം അടിച്ചപ്പോൾ അവൾ ഞെട്ടിക്കൊണ്ട് തന്നെ വണ്ടി വെട്ടിച്ചു. വണ്ടിയുടെ നിയന്ത്രണം വിട്ട് വണ്ടി തല കീഴായി മറിഞ്ഞു. വലിയൊരു അപകടം തന്നെ അവിടെ സംഭവിച്ചു. നാട്ടുകാരെല്ലാവരും ഓടിക്കൂടി കാറ് വെട്ടിപ്പൊളിച്ചുകൊണ്ടാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന വൈജയന്തിയെ അതിൽ നിന്നും പുറത്തേക്കെടുത്തത്. ഉടനെ തന്നെ ആംബുലൻസ് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ശിവശങ്കരന് ഫോൺ കോൾ വന്നപ്പോൾ ഈ വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ ശിവശങ്കരനും ആകെ ഞെട്ടിപ്പോയിരുന്നു. ഈ വിവരം കമലമ്മയോടും ആ വീട്ടിലെ എല്ലാവരോടും പറഞ്ഞു. എന്നാൽ കമല പറയുന്നത് അലീന വന്നതു മുതൽ ആ വീട്ടിൽ ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുകയാണ് എന്നാണ്. ഇത് കേട്ടു മനു ആകെ തകർന്നുപോയി. അവൻ നേരെ ബാലചന്ദ്രനെ വിളിച്ച് ഈ വിവരം പറഞ്ഞു. അലീനയും കൂടി ഈ ഒരു വിവരം അറിഞ്ഞപ്പോൾ അവൾ ആകെ സങ്കടത്തിലായി. വൈജയന്തിയെ നേരെ എമർജൻസി റൂമിലേക്ക് മാറ്റിയാണ്. അലീനക്ക് ആകെ സങ്കടമായിരിക്കും. ഇനി ഒരു പക്ഷേ താൻ കാരണമാണോ തൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അലീന ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. വൈജയന്തിയുടെ അപകടം ആ കുടുംബത്തിന്റെ അടിത്തറയിളക്കുന്ന കാഴ്ചയായിരുന്നു. പിന്നീട് ആശുപത്രി പരിസരത്ത് കണ്ടത് ആ നിശബ്ദമായ ഇടനാഴയിൽ ഉയർന്നു കേട്ടത് അലീനയുടെ തേങ്ങലായിരുന്നു. തൻ്റെ അമ്മയോട് ബാലചന്ദ്രൻ കാണിച്ച വാശിയും താൻ ആ വീട്ടിലേക്ക് കടന്നു ചെന്നതും ഒക്കെ ഈ ദുരന്തത്തിന് കാരണമാണെന്ന് അവൾ സ്വയം പഴിച്ചുകൊണ്ടിരുന്നു. എമർജൻസി വാർഡിന് മുന്നിൽ ശിവശങ്കരനും കമലയും തകർന്നിരിക്കുകയായിരുന്നു. കമലയുടെ ഉള്ളിലെ ദേഷ്യം അപ്പോഴും അടങ്ങിയിരുന്നില്ല. അങ്ങോട്ടേക്ക് ഓടി വന്ന അലീനയെ കണ്ടപ്പോൾ കമലമ്മയുടെ നിയന്ത്രണം വിട്ടു. നീ വന്ന കാലം തൊട്ട് തുടങ്ങിയതാ ഈ വീട്ടിലെ ഓരോരോ ദുരന്തങ്ങൾ. എൻ്റെ വൈജയന്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെറുതെ വിടില്ല, അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആക്രോശിച്ചു. അന്നേരവും അലീന മറുപടിയൊന്നും പറയാതെ തല താഴ്ത്തി നിന്നു. മനുശങ്കർ കമലയെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അവന്റെ മനസ്സ് അലീനയുടെ വേദനയിൽ തന്നെ നീറുകയായിരുന്നു. ബാലചന്ദ്രൻ ദൂരെ മാറി നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. പുറമേ ശാന്തനാണെന്ന് തോന്നിക്കുമെങ്കിലും തന്റെ ചോദ്യങ്ങളാണോ വൈജയന്തിയെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എന്ന കുറ്റബോധം അദ്ദേഹത്തെ വേട്ടയാടി. എങ്കിലും അദ്ദേഹം അലീനയുടെ അരികിലേക്ക് ചെന്നുകൊണ്ടതിനെ അവളുടെ തോളിൽ കൈവച്ചു. നീ പേടിക്കേണ്ട മോളെ, വൈജയന്തി മരിക്കില്ല. അവൾക്ക് അങ്ങനെ തോറ്റുകൊടുക്കാനൊന്നും കഴിയില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു പ്രത്യാശയേക്കാൾ ഉപരി നിശ്ചയദാർഢ്യം തന്നെ ഉണ്ടായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം വൈജയന്തിക്ക് ബോധം തിരിച്ചു കിട്ടി. ഐസിയുവിന്റെ ചില്ലുവാതിലിലൂടെ നോക്കുമ്പോൾ അലീന കരഞ്ഞുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നത് അവർ കണ്ടു. മരണത്തിന്റെ വക്കോളം പോയി വന്ന ആ നിമിഷത്തിൽ വൈജയന്തിയുടെ മനസ്സിലെ പകയും വാശിയും മഞ്ഞുപോലെ തന്നെ ഉരുകാൻ തുടങ്ങി. താൻ ഇത്രയധികം ദ്രോഹിച്ചിട്ടും തന്റെ മകളാണ് ബാലചന്ദ്രൻ എന്ന് പ്രഖ്യാപിച്ചിട്ടും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ പെൺകുട്ടി മാത്രമേ ഉണ്ടായുള്ളൂ എന്ന സത്യം അവർക്കൊരു വേദനയായിരുന്നു. ബാലചന്ദ്രൻ ഐസിയുവിൽ കയറി അവളുടെ അരികിൽ ചെന്ന് നിന്നു. നിനക്ക് സമാധാനമായല്ലോ എന്ന് വൈജയന്തി ദുർബലമായ സ്വരത്തിൽ ചോദിച്ചപ്പോൾ ബാലചന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു. നമുക്ക് കിട്ടിയ ശിക്ഷയാണിത് വൈജയ്, ഇനിയെങ്കിലും നമുക്ക് സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞൂടെ? അദ്ദേഹത്തിന്റെ ആ ചോദ്യം വൈജയന്തിയെ വല്ലാതെ ഉലച്ചു. ശിവശങ്കരനോടും കമലയോടും ഇത്ര കാലം താൻ മറച്ചുവെച്ച സത്യങ്ങൾ പറയാനുള്ള ആർജവം അവൻ ശേഖരിക്കുകയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം വൈജയന്തി ഡിസ്ചാർജായി വീട്ടിലേക്കെത്തി. എല്ലാവരും ഇരിക്കുന്ന ഹാളിൽ വെച്ചുകൊണ്ട് തന്നെ വൈജയന്തി ഒരു പ്രഖ്യാപനം നടത്തി. അലീനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, ഇവൾ എന്റെയും കൂടെ മകളാണ്. ഇത്രയും കാലം ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എനിക്ക് ഇനി മാപ്പില്ല. ആ വെളിപ്പെടുത്തൽ കൊല്ലപ്പള്ളി വീട്ടിൽ ഒരു നിശബ്ദത പടർത്തി. കമലയും ശിവശങ്കരനൊക്കെ എന്ത് പറയണമെന്നറിയാതെ നിന്നു. അമ്മയുടെ സ്നേഹവാക്കുകൾ കേട്ടുകൊണ്ട് തന്നെ അലീനയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊഴിഞ്ഞു.
കാലങ്ങളായി അവൾ കൊതിച്ച ആ അംഗീകാരം ഒടുവിൽ അവളെ തേടിയെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ ഒടുവിൽ വൈജയന്തി അലീനെ അംഗീകരിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.